ലീഡ് ചെയ്യുകയാണ്. രണ്ട് നഗരസഭകളുള്ള കാസർഗോഡ് നീലേശ്വരം നഗരസഭയിൽ LDF ആണ് ലീഡ് ചെയ്യുന്നത്. ഇതാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം. വൈക്കം ചെമ്പിൽ ഇടതുമുന്നണി ലീഡ് ചെയ്യുന്നു എന്നുള്ള വിവരവും കിട്ടുന്നു. അതാണ് ചിത്രം, ഇതാണ് സാഹചര്യം. സംസ്ഥാനത്ത് വേഗത്തിൽ അപ്ഡേറ്റുകൾ വരുന്നുണ്ട്. കോട്ടയത്തെ ചില മലയോര മേഖലകളിൽ NDAയുടെ മുന്നേറ്റമെന്ന സൂചനകൾ ആദ്യഘട്ടത്തിൽ ഉണ്ടാവുന്നുണ്ട്. ഇത് പൊതുസൂചനയാണോ അതല്ലെങ്കിൽ ആദ്യമായി അപ്ഡേറ്റ് ചെയ്ത വാർഡുകളുടെ പ്രത്യേകതയാണോ എന്നതിൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും കോർപ്പറേഷനുകളിലേക്ക് പോകുമ്പോൾ കോർപ്പറേഷനുകളുടെ സാഹചര്യം ഇതാണ്. തിരുവനന്തപുരത്ത് അതിശക്തമായ പോരാട്ടം നടക്കുന്ന തിരുവനന്തപുരത്ത് ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നതാണ് ചിത്രം. 3-3-3 അതിൽ അപ്ഡേറ്റ് വരുന്നില്ല. ഒപ്പം മറ്റ് കോർപ്പറേഷനുകളുടെ ഫലം കൂടി നിർണായകമാകുന്നു എന്നതാണ് സാഹചര്യം. തിരുവനന്തപുരത്ത് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഉണ്ടാവുന്നത്. തിരുവനന്തപുരത്ത് 9 ഇടത്ത് ഇടതുമുന്നണി എന്ന ചിത്രം, കൊല്ലത്ത് 11, UDF 3 എന്ന ചിത്രം അവിടെ ഉണ്ടാകുന്നു. കൊച്ചിയിൽ ഇടതുമുന്നണി 14, UDF 14, NDA 2 എന്ന ചിത്രമുണ്ടാകുന്നു. തൃശ്ശൂരിൽ 9 ഇടതുമുന്നണി 8 UDF എന്ന ചിത്രം വരുന്നു. ഒപ്പം കോഴിക്കോട് ഇടതുമുന്നണി തന്നെ 13, UDF 4, കണ്ണൂരിൽ ഇടതുമുന്നണി 9, UDF 8. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് അതും സംഭവിക്കുന്നത്. ഒപ്പം കോർപ്പറേഷനുകളുടെ ആകത്തുകയിൽ 5 ഇടത്ത് LDF ലീഡ് എന്ന് തന്നെയാണ് ഇപ്പോൾ കാണിക്കുന്നത്. തിരുവനന്തപുരത്ത് ഇടതുമുന്നണിയുടെ ലീഡ് 9 വാർഡുകളിൽ, UDF 4 ഇടത്ത്. കൊല്ലത്ത് 11-3 എന്നതാണ് ചിത്രം, അവിടെയും ഇടതുമുന്നണി ലീഡ് തന്നെ. കൊച്ചിയിൽ 14 ഇഞ്ചോടിഞ്ച് കൊച്ചിയുടെ ചിത്രം അങ്ങനെയായി മാറുന്നു. തൃശ്ശൂരിൽ 9-8 അവിടെയും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. NDAയും ശക്തമായ മത്സരവുമായി പിന്നിലുണ്ട്. കോഴിക്കോട് 13-4 ഇടതു മുന്നേറ്റമാണ് പൊതുവിൽ അവിടെ ഉണ്ടാവുന്നത്. കണ്ണൂരിൽ 9-8 ശക്തമായ മത്സരം കണ്ണൂരിൽ നടക്കുന്നു. ഇതാണ് കോർപ്പറേഷനുകളുടെ ആകത്തുക. കൊച്ചി കോർപ്പറേഷനിൽ LDF 3 ഇടത്ത്, UDF 1 ഇടത്ത് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം. കൊച്ചി കോർപ്പറേഷനിലെ ലീഡ് LDF 3, UDF 1. ഇതാണ് കൊച്ചി കോർപ്പറേഷൻ. കോഴിക്കോട് കോർപ്പറേഷനിൽ LDF മുന്നിലാണ്. കോട്ടയം ഗ്രാമപഞ്ചായത്തിൽ ഇപ്പോൾ UDF 8, LDF 5. കോട്ടയം ജില്ലയിലെ ഗ്രാമപഞ്ചായത്തുകളിലെ വിവരമാണ്. UDF 8, LDF 5, NDA 4 എന്നുള്ളതാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ. എന്തായാലും കൊച്ചി കോർപ്പറേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം വരികയാണ്. LDF 3 ഇടത്ത്, UDF 1 ഇടത്ത് എന്നുള്ളതാണ് കൊച്ചി കോർപ്പറേഷൻ എന്നുള്ള വിവരം. അതായത് LDF 3 ഇടത്ത് ജയിച്ചു, UDF 1 ഇടത്ത് ജയിച്ചു. അതാണ് ചിത്രം. ചിലയിടങ്ങളിൽ പോലും വേഗത്തിൽ ഫലം സൂചനയ്ക്കപ്പുറത്തുമുള്ള പ്രഖ്യാപനത്തിലേക്ക് പോലും പോകുന്ന എറണാകുളത്തു നിന്നുള്ള പുതിയൊരു അപ്ഡേറ്റ് ഉണ്ട്. നഗരസഭകളിൽ LDF ലീഡ് ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കളമശ്ശേരിയിലും കൂത്താട്ടുകുളത്തുമാണ്. UDF ആകട്ടെ കോതമംഗലത്തും മരടിലും ലീഡ് ചെയ്യുകയാണ്. മരട് മുനിസിപ്പാലിറ്റിയിലും കോതമംഗലം മുനിസിപ്പാലിറ്റിയിലും UDF മുന്നേറുന്നു. പിറവത്തും തൃക്കാക്കരയിലും ഒപ്പത്തിനൊപ്പം പോരാട്ടമാണ് എറണാകുളം ജില്ലയിൽ നടക്കുന്നത്. കൂത്താട്ടുകുളത്തെ ലീഡ് ശ്രദ്ധേയമാണ്. അവിടെ UDF ഭരണം പിടിച്ചതാണ്. ഇടതുമുന്നണി വലിയ അട്ടിമറി നടത്തി UDF ഭരണം പിടിച്ച ഇടമാണ്. അവിടെ ഇത്തവണ ഭരണമാറ്റം ഉണ്ടാകുന്നു എന്ന സാഹചര്യം എന്തായാലും ശ്രദ്ധേയമാണ്. നഗരസഭകളുടെ പോരാട്ടം. പത്തനംതിട്ടയിൽ UDF തിരിച്ചു വരുന്നു എന്നുള്ള സൂചനകൾ കിട്ടുന്നു. പന്തളത്തും തിരുവല്ലയിലും 2 നഗരസഭകളിലും UDF ആണ് ലീഡ് ചെയ്യുന്നത്. പന്തളത്ത് BJP ആയിരുന്നു ഭരിച്ചിരുന്നത്. പന്തളത്തും തിരുവല്ലയിലും UDF ലീഡ് ചെയ്യുന്നു. പത്തനംതിട്ട നഗരസഭയിൽ LDF ആണ് ലീഡ് ചെയ്യുന്നത്. 2 നഗരസഭകളിൽ UDF-ഉം 1 നഗരസഭയിൽ LDF-ഉം ലീഡ് ചെയ്യുന്നു. അടൂരിന്റെ വിവരം വരാനിരിക്കുന്നതേ ഉള്ളൂ. അടൂർ നഗരസഭ 1-ാം വാർഡിൽ LDF സ്ഥാനാർത്ഥി ബിജു സാമുവൽ വിജയിച്ചു എന്നുള്ള വിവരവും വരുന്നുണ്ട്. അടൂരിൽ LDF മുന്നിട്ട് നിൽക്കുന്നു. 2-ാം വാർഡിൽ UDF-ഉം ജയിച്ചു. അങ്ങനെ 1-1 എന്നുള്ളതാണ് അടൂർ നഗരസഭയിൽ. പാലായിലെ അപ്ഡേറ്റ് ഉണ്ട്. ശ്രീജിത്ത് നേരത്തെ സൂചിപ്പിച്ച ഷാജു തുരുത്തൻ 1-ാം വാർഡിൽ മത്സരിച്ച മുൻ നഗരസഭാ ചെയർമാൻ കൂടിയായ കേരള കോൺഗ്രസ് മാണിയിലെ ഷാജു തുരുത്തൻ വിജയിച്ചു. അങ്ങനെ 2 വാർഡുകളിൽ, ആദ്യ 2 വാർഡുകളിലും പാലാ നഗരസഭയിൽ LDF ജയിച്ചു എന്നുള്ളതാണ്. ഷാജു തുരുത്തനും അദ്ദേഹത്തിന്റെ ഭാര്യയുമാണ് അവിടെ മത്സരിച്ചത്. അവിടെ കൗണ്ടിംഗ് തുടങ്ങുന്നതാണ്. ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ ആദ്യ 6 വാർഡുകളിൽ ഏതെങ്കിലും UDF പിടിച്ചാൽ അവിടെ ഭരണമാറ്റത്തിന്റെ സൂചന ഉണ്ടാകുമെന്നാണ് ശ്രീജിത്ത് പറഞ്ഞത്. ആദ്യ 2 ആ സൂചന പുറത്തു വന്നിട്ടില്ല എന്നതാണ് ചിത്രം. ഇതാണ് സംഭവിക്കുന്നത്. എന്തായാലും കോർപ്പറേഷനുകളുടെ ഫലത്തിലേക്ക് വീണ്ടും വേഗത്തിലൊന്ന് പോകാം. കോർപ്പറേഷനുകളിൽ എന്താണ് സംഭവിക്കുന്നത്? സംസ്ഥാനത്ത് തിരുവനന്തപുരത്ത് 9 ഇടത്ത് LDF, 4 ഇടത്ത് UDF, NDA 8 ഇടത്ത് തൊട്ടു പിന്നിലുണ്ട്. കൊല്ലത്ത് 11-3 ഇതാണ് ചിത്രം. കൊച്ചിയിൽ LDF 4 ഇടത്ത്, UDF 1 ഇടത്ത് എന്നായിട്ടുണ്ട്. LDF 4 ഇടത്ത് കൊച്ചി കോർപ്പറേഷനിൽ LDF 4 ഇടത്ത് ജയിച്ചു, 1 ഇടത്ത് UDF ആണ് ജയിച്ചത്. ആദ്യ 5 വാർഡുകളിലെ ഫലം അറിഞ്ഞു. ഇതാണ് ചിത്രം. എന്തായാലും വേഗത്തിൽ അപ്ഡേറ്റുകൾ വരികയാണ്. സംസ്ഥാനത്ത് നമുക്കറിയാം കോർപ്പറേഷനുകളുടെ, ജില്ലാ പഞ്ചായത്തുകളുടെ, ഗ്രാമപഞ്ചായത്തുകളുടെ, ബ്ലോക്ക് പഞ്ചായത്തുകളുടെ, മുനിസിപ്പാലിറ്റികളുടെ ഇങ്ങനെ വ്യത്യസ്ത രീതിയിലാണ് ഫലങ്ങൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ അഭിമാന പോരാട്ടം, ശക്തമായ പോരാട്ടം നടക്കുന്ന ഇടങ്ങൾ പ്രത്യേകം പരാമർശിച്ചു പോകുന്നു. തിരുവനന്തപുരത്ത് ഇടതുമുന്നണിയും NDAയും വലിയ പോരാട്ടം നടത്തുന്നു. കൊല്ലത്തെ ചിത്രത്തിൽ ഇടതുമുന്നണി മാത്രം, അതാണ് അവസ്ഥ. കൊച്ചിയിലേക്ക് വരുമ്പോൾ വലിയ പോരാട്ടം, ഇഞ്ചോടിഞ്ച് 14-14 എന്ന ചിത്രമുണ്ടാകുന്നു. തൃശ്ശൂരിൽ
9-12 ഇടതുമുന്നണിയെ പിന്നിലാക്കി UDF പിടിക്കുന്നു. തൃശൂരിൽ UDFന്റെ മുന്നേറ്റം കാണാൻ UDFന്റെ തിരിച്ചുവരവിനുള്ള വേദി ഒരുങ്ങുകയാണ്. തൃശൂരിൽ UDF ആണ് മുന്നിട്ട് നിൽക്കുന്നത് എന്നുള്ള കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. പാലാ നഗരസഭ ശ്രദ്ധേയമാവുന്നു. അവിടെ LDFന്റെ ലീഡ് തന്നെ. ആദ്യ 2 വാർഡുകളിലും LDF ജയിച്ചു എന്നുള്ളതാണ്. കോർപ്പറേഷനുകളിൽ മുന്നേറ്റം LDFന്. തിരുവനന്തപുരത്ത് LDF 9, UDF 4, NDA 8. അവിടെ BJPയുടെ മുന്നേറ്റമാണ്. NDA ആണ് ലീഡ് ചെയ്യുന്നത്. 8ഇടത്ത് NDA. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. NDA BJP മുന്നണി 8, LDF 7 എന്നുള്ളതാണ്. തൃശ്ശൂരിൽ LDF മുന്നേറ്റം, തൃശ്ശൂരിൽ UDFന്റെ മുന്നേറ്റം. കോഴിക്കോട് പ്രതീക്ഷിച്ചതുപോലെ തന്നെ LDFന്റെ മുന്നേറ്റം തുടരുകയാണ്. മലപ്പുറം, മഞ്ചേരി, പരപ്പനങ്ങാടി, പെരിന്തൽമണ്ണ, തിരൂരങ്ങാടി UDFന്റെ ശക്തി കേന്ദ്രമായ മലപ്പുറം സംഭവിക്കുന്ന അങ്ങനെ. നിലമ്പൂരിൽ LDF എന്നൊരു ശ്രദ്ധേയമായ കണക്ക് വരുന്നുണ്ട്. അത് പൂർണ്ണമല്ല, ഒരുപക്ഷെ അപ്ഡേറ്റ് പ്രകടമാണ്. കാരണം കഴിഞ്ഞ നിലമ്പൂർ ബൈ ഇലക്ഷനിൽ നിലമ്പൂർ നഗരസഭയാണ് ഇടതുമുന്നണിക്ക് വലിയ തിരിച്ചടിയായതെങ്കിൽ ഇത്തവണ തിരിച്ചുവരവിന്റെ സൂചനയാണോ നിലമ്പൂരിൽ പ്രകടമാകുന്നത് എന്നതാണ്. നിലവിലെ ലീഡ് അനുസരിച്ച് നിലമ്പൂർ നഗരസഭയിൽ LDFന്റെ ലീഡ്. അതായത് മലപ്പുറത്ത് പെരിന്തൽമണ്ണയിലും മഞ്ചേരിയിലും തിരൂരിലും മലപ്പുറത്തും കോട്ടയ്ക്കലിലും UDFന്റെ മുന്നേറ്റമാണ്. നിലമ്പൂരിൽ LDF മുന്നേറ്റം. കൊണ്ടോട്ടി, വളാഞ്ചേരി, തിരൂരങ്ങാടി, പരപ്പനങ്ങാടി, താനൂർ എന്നിവിടങ്ങളിൽ UDFന്റെ മുന്നേറ്റം എന്നുള്ളതാണ്. അതേസമയം നിലമ്പൂരിൽ LDFന്റെ മുന്നേറ്റമാണ്. മലപ്പുറത്ത് നിലമ്പൂരിൽ LDFന്റെ മുന്നേറ്റം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. തിരുവനന്തപുരത്തേക്ക് പോകാം. 9ഇടത്ത് LDF, 8ഇടത്ത് NDA. അതായത് ഇഞ്ചോടിഞ്ച് പോരാട്ടം തിരുവനന്തപുരത്ത്. BJPയും LDFും തമ്മിലുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുകയാണ് തിരുവനന്തപുരത്ത്. 1 സീറ്റിന്റെ വ്യത്യാസത്തിൽ LDFന്റെ ലീഡ്. നഗരസഭകളിലെ ജില്ലാ ലീഡ് ഇങ്ങനെയാണ്. എറണാകുളത്ത് അങ്കമാലിയിലും കളമശ്ശേരിയിലും കൊച്ചിയിലും കൂത്താട്ടുകുളത്തും മൂവാറ്റുപുഴയിലും LDFനാണ് ലീഡ്. കോതമംഗലത്തും മരടിലും തൃക്കാക്കരയിലും UDFന്റെ ലീഡ്. ഏലൂരിൽ ഒപ്പത്തിനൊപ്പമാണ് LDFും UDFും. തിരുവനന്തപുരത്തെ ലീഡ് നിലയിൽ 2 ഇടങ്ങൾ വലിയ തുറയിലും വള്ളക്കടവിലും LDFന്റെ ലീഡാണ് വരുന്നത്. രണ്ടും തീരദേശ മണ്ഡലങ്ങളാണ്. ആ മേഖലകൾ അങ്ങനെയെങ്കിൽ LDFന് തിരിച്ചടി ഉണ്ടായോ ഇല്ലയോ എന്നതിൽ കൂടി പ്രകടമാവുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യ സമയങ്ങളിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ എണ്ണുന്നത് തീരദേശ വാർഡുകളാണ്. അതിനുശേഷം നഗര വാർഡുകളിലേക്ക് നഗരഹൃദയത്തിലേക്ക് എത്തുമ്പോഴാണ് അവിടെ NDAയുടെ മുന്നേറ്റം കാണുക. അതിപ്പോൾ കാണുന്നുമുണ്ട് അല്ലേ? ശരി, പാലായിൽ അട്ടിമറിയുടെ സൂചനകളില്ല. 3 വാർഡിലും ഇടതുമുന്നണിക്ക് തന്നെ വിജയം. കേരള കോൺഗ്രസ് എമ്മിന്റെ സ്ഥാനാർത്ഥികൾ 3 വാർഡിലും വിജയിച്ചു എന്നതാണ്. അങ്ങനെയെങ്കിൽ അട്ടിമറി സൂചനകളില്ല എന്നത് തന്നെയാണ് പാലയിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇടതുമുന്നണി കേരള കോൺഗ്രസ് 2 തന്നെ പാലയിൽ. ജോസിൻ ബിനോയാണ് 3ാം വാർഡിൽ അവിടെ വിജയിച്ചത്. ഇതാണ് പാലാ നഗരസഭയുടെ ചിത്രം. ഇതാണ് മുന്നോട്ട് വരുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനുകളടക്കൽ കൊല്ലം വേഗത്തിൽ 27 ഇടതുമുന്നണി ലീഡ്. കൊല്ലത്ത് വൻ മുന്നേറ്റം. കൊച്ചിയിൽ 14, UDF തന്നെയാണ് മുന്നിൽ 16. കൊച്ചിയിൽ മുന്നേറ്റം അതാണ്. അതേസമയം തൃശ്ശൂരിലും UDF ആണ്. മഞ്ജുഷ ശ്രദ്ധിക്കുക, കൊച്ചിയിലും തൃശ്ശൂരിലും UDF കൃത്യമായി UDFന് തിരിച്ചു വരാനുള്ള സാധ്യതകളാണ് കൊച്ചി കോർപ്പറേഷനിലും തൃശ്ശൂർ കോർപ്പറേഷനിലും കാണുന്നത്. 2ഇടത്തും UDFന്റെ മുന്നേറ്റം ഇപ്പോൾ കാണുന്നു. അതേസമയം മലപ്പുറത്ത് UDFന്റെ ശക്തി കേന്ദ്രം. 12ൽ 11 നഗരസഭകളിലും UDFന്റെ മുന്നേറ്റമാണ്. നിലമ്പൂരിൽ മാത്രമാണ് LDF മലപ്പുറത്ത് മുന്നേറുന്നത് എന്നുള്ളതാണ്. അതാണ് സാഹചര്യം. എന്തായാലും മുന്നോട്ട് പോവുകയാണ്. വലിയ തുറ തിരുവനന്തപുരത്തെ ആദ്യം ഈ തീരദേശ മേഖലയിൽ കൗണ്ടിംഗ് ഉണ്ട്. അവിടെ വലിയ തുറയും വള്ളക്കടവിലും ഇടതുമുന്നണി തന്നെയാണ് ലീഡ് ചെയ്യുന്നതെന്നാണ്. തീരദേശം ഇത്തവണ ഇടതുമുന്നണിക്ക് പ്രതിസന്ധി ഉണ്ടാക്കുമോ എന്നതായിരുന്നു ആശങ്ക. പക്ഷേ 2ഇടവും തീരദേശത്തെ റിസൾട്ടും ഇടതുമുന്നണിക്ക് അനുകൂലം തന്നെ എന്നതാണ്. സംസ്ഥാനത്തിന്റെ തുടക്കം ഇടതുമുന്നണിക്ക് തന്നെ. പൊതുവിലൊരു ലീഡ് നില സംസ്ഥാനത്ത് ആകെ അവകാശപ്പെടാനുണ്ട്. അതാണ് പൊതുവിലുണ്ടാകുന്ന സാഹചര്യം. അതേസമയം 2ഇടങ്ങളിൽ തങ്ങളുടെ 2